ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ 2 ഓഫ് ജയ്പൂർ വ്ളോഗ്. ഇന്നിപ്പോൾ സമയം 8:10. ഞങ്ങൾ 6:30 എണീറ്റതാണ്. 8 മണിയാകുമ്പോൾ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞു. 8:10 ഉണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചാൽ മതി. ബാക്കി എല്ലാം റെഡിയായി. അപ്പോൾ ഞാനും റെഡിയായി, അമ്മ റെഡിയായി. ഉറക്കം നല്ല സുഖമായിട്ട് ഉറങ്ങി. 9:30 ആയപ്പോഴേക്കും ഉറങ്ങി തുടങ്ങി. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കുറേ നീണ്ടങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നത്. എവിടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. അപ്പോൾ ഡ്രസ്സ് കാണിക്കാം മമ്മി. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. പുതിയ പാൻസ്, പുതിയ ടോപ്സ്, എല്ലാം പുതിയതാണ് ഞങ്ങൾക്ക്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ ഗായ്സ്, വണ്ടി കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലും ഇഡ്ഡലിയും സാമ്പാർ തന്നെയാണല്ലോ. ഇഡ്ഡലി, സാമ്പാർ, ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ച്, അതുകൊണ്ട് മറ്റേ ആലു പറാത്തയും തൈരും കപ്പങ്ങയും കോൺഫ്ലെക്സും കോഫിയും ടീ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല. ഇതൊക്കെയാണ് കഴിച്ചത്. ബ്രെഡും ഉണ്ടായിരുന്നു. അതും എടുത്തില്ല. കുറച്ച് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ച്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും അമ്മയ്ക്കാണ് ഇതൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ. അതിഷ്ടല്ല ഇതിഷ്ടല്ല എന്നൊക്കെ ഉള്ള ആൾ. അമ്മ ഒന്ന് വെർമിസിൽ എടുത്തു. മറ്റേ സേമിയ ഉപ്മാവ് ഉണ്ടായിരുന്നു, അതെടുത്തത് ട്രാജഡി ആയിരുന്നു. അത് ഉപ്പ് കുറവൻ കണ്ടായിരുന്നു എന്ന് പറയണ്ടായിരുന്നു. പക്ഷെ പറയാത്ത ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഇനി ആമർ ഫോർട്ടിൽ പോവാണ്. അപ്പോൾ ഇനി ഫുൾ സ്ട്രേറ്റ് ഇന്ന് കുറേ പ്ലേസസ് കവർ ചെയ്യാനുണ്ട്. ഇന്നലെ ഒരു സ്ഥലം മിസ്സായി. അത് ഇൻക്ലൂഡിങ് ആയിട്ട് ഇന്ന് ഓൾറെഡി ഒരു ലിസ്റ്റിൽ അതും കൂടി ആഡഡ് ആണ്. എല്ലാം ഇനി പൊക്കെ കാണാം. സോ ഗായ്സ്, ഞങ്ങൾ അംബർ ഫോർട്ടിൽ എത്തിയിരിക്കുന്നു. അമർ അങ്ങനെ രണ്ട് രീതിയിൽ പറയും. കുറച്ചിനി നടക്കണം. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. നല്ല വെയിലുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് നല്ല തണുപ്പുണ്ട്. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നു. സോ ഫുൾ ഇങ്ങനെ ഒരു ഇതാണ്. ഇഫ് യു ഹാവ് സീൻ ജോധ അക്ബർ, അതിൽ ഉള്ള മറ്റ് സീൻസ്, ഈ പുറത്തെ സീൻസൊക്കെ കാണിക്കുന്നത് ഈ പാലസാണ്. ഇതൊരു വലിയ പാലസ്. ഇത് വലിയ പാലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട്, കുറേ കാണാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൈഡ്സൊക്കെ ഇങ്ങനെ പുറകെ വന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കഥയ്ക്കുന്നമ്മേ ഇപ്പോൾ ഇങ്ങനെ പുറകെ ചോദിക്കുന്നുണ്ട്. കുറേ പറയാനുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ. പക്ഷെ അവർ പറഞ്ഞാൽ നമുക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഗൈഡൊന്നും വേണ്ട, നമുക്ക് കണ്ട് പഠിക്കാം. സോ ഇവിടെ 3 വരി വരാം. ഒന്നില്ലെങ്കിൽ കാറിന് വരാം, അല്ലെങ്കിൽ നടന്നു വരാം, അല്ലെങ്കിൽ എലിഫന്റ് റൈഡ്. പക്ഷെ നമ്മൾ എലിഫന്റ് റൈഡിന് പോയില്ല, കാറിൻ്റെ വരെ വരാമെന്ന് വെച്ചു. പക്ഷെ എലിഫന്റ് റൈഡ് നൈസായിരുന്നു അല്ലേ. ജോധ അക്ബറിൻ്റെ ട്യൂണൊക്കെ വെച്ചിട്ട് പതുക്കെ വരായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയി. ടെമ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളിൽ തന്നെ, ശിലാ ടെമ്പിൾ. പക്ഷേ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടാ. അമ്മേനെ തൊടിച്ച്, അമ്മേനെ നല്ല വൃത്തിക്ക് തൊടിച്ച്. ഞാൻ പൊട്ടോടാത്തതുകൊണ്ട് അവിടെ ഇവിടെ കേട്ടാ. പക്ഷെ രസമുണ്ട് അല്ലേ. അപ്പോൾ വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഭാര്യമാർക്ക് വേണ്ടിയിട്ട് 12 മണിയറകൾ, വലിയ മണിയറകൾ ഉള്ളൊരു കോട്ടയാണിത്. കോട്ടയല്ല, പാലസാണിത്. പാലസ് എന്നല്ല പറയാം, ഫോർട്ട് കോട്ടയല്ലേ. ഫോർട്ടല്ലേ കോട്ട, പാലസ് അല്ലെങ്കിൽ കോട്ട, എന്തെങ്കിലും ഫോർട്ട് അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചറിലുപരി വരച്ചേക്കുന്നതാണ് ഇവിടുത്തെ സ്കൾപ്ചർ പെയിന്റിങ്സ് ആണ് മെയിൻ തിങ് ഇവിടെ. ആസ് ഐ വാസ് സെയിങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് കണ്ട, ഈ വരച്ചേക്കുന്നതാണ്. ഇവരുടെ ആർക്കിടെക്ചർ മൊത്തം അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ അവിടെ കണ്ട അത് ക്യാമറയിൽ, ഞാൻ ഇതിനിങ്ങനെ കണ്ടുപിടിക്കണേ, ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടാമെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും
ആ ഈ വരച്ചേക്കുന്നതും അതുപോലെ മിറേഴ്സൊക്കെ വെച്ചിട്ട് ഒരു മഹൽ പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ കുറേ വരച്ചേക്കണതായതുകൊണ്ട് നല്ല രസമുണ്ട് കാണിച്ചു തരാവേ. അടുത്ത് ചെല്ലുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ലിറ്ററലി ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി. ഇത് വല്ല റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ തമ്പുരാന് മാത്രമേ. സോ ആക്ച്വലി ആമർ ഫോർട്ടിന് ചുറ്റിനും വെള്ളമുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അത് മറ്റേ വെള്ളം ശേഖരിച്ച് നമ്മുടെ അതന്നെ വെള്ളം ശേഖരിച്ചിട്ട് അത് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ കണ്ടത്. സോ ദിസ് ഇസ് എ സ്പെഷ്യൽ സ്ഥലമാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഇത് കുറേ മിറേഴ്സ് തൗസൻഡ്സ് മേ ബി മോർ ദാൻ തൗസൻഡ്സ് മിറേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കണ ഒരു ഇതാണ്. ഐ ഷോ യു. ആക്ച്വലി പറയണത് ഇതിൻ്റെ ഉള്ളിൽ ഒരു മെഴുകുതിരി ഇരുട്ടത്ത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എല്ലാം മറ്റേ മിറർ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എല്ലാം ഭയങ്കര വെളിച്ചമായിരിക്കും എന്നാണ് പറയണത്. പക്ഷെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. നമുക്ക് പുറത്തുനിന്നുള്ളൊരിതേ ഉള്ളൂ. കമ്പിയിട്ടിരിക്കുകയാണ്. ഇതൊന്നും എനിക്ക് ഗൈഡ്സ് പറഞ്ഞു തന്നല്ല, ഗൂഗിളും റീൽസൊക്കെ പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ തന്നെ ധാരാളമാണ്. 400 രൂപ കൊടുക്കാതെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ടു, സ്ഥലം ഇഷ്ടപ്പെട്ടു. വാങ്ങിച്ചാലോ നമുക്ക്? എന്താ അഭിപ്രായം? കൊള്ളാം. മൊത്തം കാറ്റ് കയറാൻ വേണ്ടിയിട്ട് വഴികളുണ്ട്, ഓട്ടകളുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എടുത്ത് അങ്ങോട്ട് ചാടിയാൽ മതി, താഴെത്തിക്കോളും. ജനൽ ഓർന്ന് കഷ്ടപ്പെടണ്ട. സോ ഞങ്ങൾ അമീർ ഫോർട്ട് കഴിഞ്ഞ് മീൻസ് അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഞങ്ങൾ മറ്റേ കഴിക്കാനായിട്ട് വാങ്ങി. അവർ ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അതിൽ സ്റ്റാർ ഫ്രൂട്ട്, പഴം, പപ്പായ, പിന്നെ എന്തായിരുന്നു, പേരയ്ക്ക, കുക്കുംബർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. തണുപ്പും കൂടി നല്ല. ഇപ്പോൾ കാര്യം ഈ കാണുന്ന വെയിലുണ്ടെങ്കിലും പുറത്ത് നല്ല തണുപ്പാണ്. നല്ല തണുത്ത ഇങ്ങനെ ആ ഒരു ഫ്രൂട്ട്സിനാണെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. സ്റ്റാർ ഫ്രൂട്ടിനൊന്നും പുളിയേ ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര ചാട്ട് മസാലയ്ക്ക് എരിവ് കിട്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എരിവ് തോന്നിയില്ല. അമ്മയ്ക്ക് എരിവ് തോന്നിയായിരുന്നോ? ഇല്ല, നല്ല ടേസ്റ്റായിരുന്നു. സോ നെക്സ്റ്റ് ലൊക്കേഷൻ നഹാഗർ ഫോർട്ട്. ഇതാണ് ഫോർട്ട്. ഗൈസ്, ഷീഷ് മഹലിനും എന്താണ് വാക്സ് മ്യൂസിയത്തിനും ടിക്കറ്റ് എടുത്തു. ഫോട്ടോഗ്രാഫീസ് ആൻഡ് വീഡിയോഗ്രാഫീസ് നോട്ട് അലൗഡ് ആണ്. സോ ഫോൺ ഞാൻ എടുത്ത് വെക്കുവാണ്. വേറെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് പ്രിൻ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് വരാം. എന്താണെന്നുള്ളത് ഞാൻ എന്താ പറയുക, തിയറട്ടിക്കലി പറഞ്ഞു തരുന്നതായിരിക്കും.
വാസ് സേയിങ്, ഞങ്ങൾക്ക് അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. ടിക്കറ്റ് എടുത്ത് ജയ്പൂർ വാക്സ് മ്യൂസിയം, പിന്നെ റോയൽ ദർബാർ, ശീഷ് മഹലും കണ്ടു. അപ്പോൾ അതിൽ വാക്സ് മ്യൂസിയത്തിൽ ആക്ച്വലി എന്താണ് കുറേ നമ്മുടെ പൊളിറ്റിക്കൽ ആൾക്കാർ, അതായത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ നെഹ്റു, മഹാത്മാഗാന്ധി, അതുപോലെ നമ്മുടെ അബ്ദുൽ കലാം, അങ്ങനെയുള്ള എല്ലാവരുടെയും വാക്സ് സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാർ, വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ, MS ധോണി, മർലിൻ മെൻറോയ്, ക്വീൻ എലിസബത്ത്, ഇവരുടെയൊക്കെ ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് ബാക്കി നടക്കാം. ഇവരുടെയൊക്കെ എന്താ പറയുക വാക്സ് സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ രാജാവിൻ്റെ, റാണിയുടെ, അവരുടെയൊക്കെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. അതാണ് വാക്സ് മ്യൂസിയം. പിന്നെ റോയൽ ദർബാർ എന്ന് പറയുമ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന അവരുടെ വസ്തുക്കളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കുറേ പേൾസും ജെംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ റൂബി, എമറാൾഡൊക്കെ, ഇപ്പോൾ എമറാൾഡ് കൊളംബിയയിൽ നിന്ന് കൊണ്ടുവന്ന, റൂബി മെഡഗാസ്കറിൽ നിന്ന് കൊണ്ടുവന്ന, അങ്ങനെ അതിൻ്റെയൊക്കെ ഫോട്ടോസും ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒറിജിനലും ഇങ്ങനെ അവിടെ സ്റ്റക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു. ദെർഫോർ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ്. ശീഷ് മഹൽ വാസ് ബ്യൂട്ടിഫുൾ. അതായത് 50 lakhsോളം മിറേഴ്സ് കട്ട് ഷോട്ട് ചെയ്ത് ഹാൻഡ് മെയ്ഡായിട്ട് കട്ട് ഷോട്ട് ചെയ്ത് എല്ലാം മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു റൂമാണ് അത് എന്താണ്, മഹാരാജാവിന് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെസ്സ് കളിക്കാനും റെസ്റ്റ് എടുക്കാനും പറ്റിയ സ്ഥലം. ലെഫ്റ്റ് സൈഡിലേക്ക്, അപ്പോൾ റൈറ്റ് സൈഡിൽ അപ്പോൾ ഒരു കളറിലായിരിക്കും മിറേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു മറ്റേ എന്താ യെല്ലോ, ഗ്രീൻ അങ്ങനത്തെയൊക്കെ കളറിൽ മിറേഴ്സും മറ്റേ അങ്ങനെയൊക്കെയാണ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് എനിക്ക് ലെഫ്റ്റ് സൈഡ് കൂടുതൽ ഇഷ്ടമാണ്. ബ്ലൂവും വൈറ്റ് ആയിരുന്നു. അത് മെഡിറ്റേഷൻ റൂമായിട്ടും ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ക്വീൻ്റെ മേക്കപ്പ് റൂമും അതൊക്കെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒരു വലിയ റൂം നടന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. സോ അതിൽ മിറേഴ്സും കുറച്ച് പെയിൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ബ്ലൂസ് അങ്ങനെ കളേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ കണ്ടാണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അല്ല അവിടെ അല്ലാത്ത. പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റ് കണ്ടു. ഇപ്പോൾ വ്യൂ പോയിന്റ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ജയ്പൂർ ഫുൾ കാണാൻ പറ്റും അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ ഈ ഭാഗങ്ങൾ നോക്കുവാണ്. നമ്മുടെ റംഗ് ദേ ബസന്തി സിനിമയില്ലേ, അതിൽ മസ്തിക്ക് പാഠശാല പാട്ടിന് തൊട്ട് മുന്നത്തെ സീനൊക്കെ ഈ ഭാഗമാണ്. നഹഗർ ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണത്. ആ ഭാഗമാണ് ഞാൻ തപ്പി നടക്കുന്നത് ഇവിടെ. So guys, we have reached ജാഗർ ഫോർട്ട്. ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഒരു മണിക്കൂറാണ് ബ്ലോക്കിൽ കിടന്നത്. ഇതെല്ലാം ഈ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. കൂടിപ്പോയാൽ വല്ല ഒരു 5-6-7 കിലോമീറ്റർ ഉണ്ടാവും. ബ്ലോക്കിൽ കിടന്നത് 1 മണിക്കൂറിൽ മേലെ. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അതും മറ്റേ ഇങ്ങനെ വണ്ടി അനങ്ങാത്ത മാതിരി ബ്ലോക്കായിരുന്നു. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. മീൻസ് ഹോളിഡേ ആണല്ലോ, അതുകൊണ്ട് ഒരുപാട് റീസൺസ്. So Jaiwan Cannon, as in Pirangi, is the world's largest cannon on wheels. അതായത് എന്താ പറയുക, പലതരത്തിലുള്ള ക്യാനൺ ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും വലുത്. അപ്പം അത് കാണാനാണ് ശരിക്കും പറഞ്ഞ് ഇവിടെ എല്ലാവരും വരുന്നത്. അതും പിന്നെ വ്യൂ ഫോർട്ടായതുകൊണ്ട്, മറ്റേ ഈ ബേക്കൽ ഫോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗോവയിലൊക്കെ ഉള്ള ഫോർട്ടൊക്കെ പോലത്തെ മേളിലിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വ്യൂ കാണാൻ പറ്റുന്ന ആ വ്യൂ ഉണ്ട്. പക്ഷെ മെയിൻലി ഇവിടെ ഇതാണ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഇത് മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോർട്ടാണ് പണ്ട്. ഞാനീ പറയണത് റോയൽ കാലഘട്ടത്തിലുള്ള കാര്യമായിട്ടാണ് ഈ പറയണത്.
സോ ഗായ്സ്, അമീർ ഫോർട്ട് ആക്ച്വലി അമർ ഫോർട്ടിൻ്റെ മുകളിലാണ് ഈ ഫോർട്ട്. ഇവിടെ നിന്ന് ക്ലിയർ വ്യൂ ആണ് അമീർ ഫോർട്ട്. അതാണ് ഇപ്പോൾ കണ്ടത്. സോ ഗായ്സ്, നെക്സ്റ്റ് ലൊക്കേഷൻ ജൽമഹൽ. ജൽമഹൽ ആസ് ദ നെയിം സജസ്റ്റ് വാട്ടർ പാലസ് ആണ്. സോ കാണുന്നു. അങ്ങോട്ട് പോകാൻ പറ്റൂല, ബിക്കോസ് അങ്ങോട്ട് പോകാൻ പറ്റൂല, അത്ര തന്നെ. ബിക്കോസ് ഒന്നുമില്ല അവിടെ. അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് വെച്ചാൽ പറ്റൂല. എൻട്രി ഇല്ല. ഇത് 5 സ്റ്റോറി ബിൽഡിംഗ് ആണ്. മോസ്റ്റ്ലി ലോവർ ഫ്ലോർ എപ്പോഴും വെള്ളത്തിലാണ്. പിന്നെ മഴയുടെയും കാലാവസ്ഥയുടെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ തേർഡ് സ്റ്റോറേ വരെ വെള്ളത്തിലാവാറുണ്ട് പൊതുവെ. അത്രയൊക്കെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പഠിച്ച സംഭവങ്ങളാണേ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കട്ടെ. സോ ഗൈസ്, രാത്രിയായി. ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്ന് ഷോപ്പിങ്ങിന് പോയി. അതതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. ഇപ്പോൾ നേരത്തെ കണ്ടതാണ് ആൽബർട്ട് ഹോൾ മ്യൂസിയം. ലാസ്റ്റ് സ്പോട്ടാണ് ഞങ്ങൾ. നല്ല തണുപ്പായിട്ടുണ്ട് വൈകുന്നേരം. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ ഭയങ്കര തണുപ്പ്. എനിക്ക് ആകെ നല്ല തണുപ്പ്. അപ്പോൾ നോക്കട്ടെ, കയറാൻ പറ്റുമോ നോക്കട്ടെ. വൈകുന്നേരം ടിക്കറ്റ്, അതായത് ശരിക്കും 5 മണി വരെ ഉള്ളൂ, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്തെന്നാണ് പറയണത്. നോക്കട്ടെ. ടിക്കറ്റ് കിട്ടി, എൻട്രിക്കുള്ള ടിക്കറ്റ് കിട്ടി. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. എനിക്കിവിടുത്തെ മറ്റേ ട്രാഫിക് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറുന്നുണ്ട് മൊത്തത്തിൽ. അത് സെപ്പറേറ്റ് ഇഷ്യൂ ആണ് ഇവിടെ. സോ ദിസ് ഈസ് ദി ആൽബർട്ട് ഹോൾസ് മെയിൻ കോംപ്ലക്സ്. സോ ആൽബർട്ട് എന്ന് പറയുന്നത് കിങ് എഡ്വേർഡിൻ്റെ പേരാണ്. ആൽബർട്ട് എഡ്വേർഡ് എന്നാണ് പേര്. അപ്പോൾ പുള്ളി ഇവിടെ വന്ന സമയത്ത് പുള്ളിക്കാരനാണ് തറക്കല്ലിട്ടത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദ ഓൺലി പ്ലേസ്, ഒരു വെസ്റ്റേൺ നെയിമായിട്ട് ഒരു ഓൺലി പ്ലേസ്. ബാക്കിയെല്ലാം ഇവിടുത്തെ തന്നെ പേരുകളും ആൾക്കാരുടെയൊക്കെ പേരുകളും വെച്ചിട്ടാണല്ലോ. തോക്കെടുത്തോ, പക്ഷെ തോക്കാനാകരുത്. മ്യൂസിയം കവർ ചെയ്ത് കഴിഞ്ഞു. കുറേ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ എടുത്തു. എല്ലാം വെറൈറ്റീസൊന്നും ഇതെല്ലാം ഞാൻ എടുത്തു. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലൊന്നും ഒട്ടും വിളിച്ചല്ലോ. നമ്മൾ നേരത്തെ കണ്ടത് ഫ്രണ്ട് സൈഡാണ്. അതിന് മാത്രമേ ഭയങ്കര ലൈറ്റിങ്സ് ഒക്കെ ഉള്ളൂ. ബാക്ക് സൈഡിലൊന്നും തീരെ വിളിച്ചുള്ളൂ, മൊത്തം ഇരുട്ടാ. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് സൈഡ് വ്യൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇരുട്ടാണ്, നോക്കട്ടെ. സോ ഗായ്സ്, ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ റൂമിലെത്തി. ഇപ്പോൾ 8:15. ഇന്ന് നല്ല ടയറിങ് ഡേ ആയിരുന്നു. സത്യം പറയാം, കുറേ നടന്നു. എനിക്കിപ്പോൾ കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. കംഫർട്ടബിൾ ചെരുപ്പ് ഇട്ടതുകൊണ്ട് നന്നായി. ഇന്നലെ ഇട്ട ചെരുപ്പായിരുന്നെങ്കിൽ എൻ്റെ വിരലൊക്കെ പൊട്ടിപ്പോയനെ. ഇന്ന് അത്യാവശ്യം പക്ഷെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് മറ്റേ അമീർ ഫോർട്ടും നഹാഗർ ഫോർട്ടും ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ മിക്കവാറും മറന്നു കൂട്ടും ഇങ്ങനെ പോയാൽ. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഫോർട്ട്സ് കണ്ടു. ലാസ്റ്റ് കണ്ട മ്യൂസിയം ആണെങ്കിലും മ്യൂസിയം അത്രേ ഉള്ളൂ. നമ്മൾ മലേഷ്യയിലൊക്കെ കണ്ട അതൊക്കെ പോലെ തന്നെ ഉള്ളൂ. അപ്പം ഇന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കണം. വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ
അതാണ് അമ്മ ഇപ്പോൾ ഓർമ്മിപ്പിക്കുക. വലിയ പണിയുണ്ട് പാക്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തിരിച്ച് വരുവാണെന്ന്. പക്ഷെ അല്ല, വരുമല്ല. ഞങ്ങൾ നാളെ ഉദയ്പൂർ പോവാ. നാളെ ഇവിടെ നിന്ന് രാവിലെ എണീറ്റ് വേറെ പരിപാടികളൊന്നുമില്ല. ബാഗ് ലഗേജ് ഒക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്യുക, നേരെ ഉദയ്പൂർ പോകാറുണ്ട്. ഇവിടെ നിന്നൊരു 8 hours സംതിങ് ഇഷാണ് എന്താണ് ട്രാവലിംഗ് ഉള്ളത്. ഓൺ ദ വേ 2-3 ഏരിയാസിലും കയറുന്നൊക്കെ കയറുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ചെക്ക് ഇൻ ചെയ്യുന്ന ലെവലിലാണ് ഇതുവരെയുള്ള അജണ്ട. ഉദയ്പൂർ എക്സ്പ്ലോർ ചെയ്യണത് മറ്റന്നാളായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് പാക്കിംഗ് ചെയ്യണം. ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി പെട്ടിയുടെ അടിയിലേക്ക് വെച്ചിട്ട് പെട്ടിയുടെ മുകളിലേക്ക് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വെക്കണം. എല്ലാം പെട്ടിയിൽ കൊള്ളിക്കണം. കാരണം തിരിച്ചല്ലെങ്കിൽ എയർപോർട്ടിൽ കാശ് വീശേണ്ടി വരും. അതിനുള്ള കാശ് നമ്മളിനി ഇറക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിനി ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് Day 2 ഓഫ് ജയ്പൂർ. നാളെ Day 3 ഓഫ് ജയ്പൂർ ടു ഉദയ്പൂർ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.